Golden Diamonds, Kerala and Karnataka. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക്. മുണ്ടക്കൈ ദുരന്തത്തിലെ സർക്കാർ കണക്കുകൾ പുറത്ത്. നിപ മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. ആളുകൾ കൂടി നിൽക്കുന്നതിനും നിയന്ത്രണം. 21-കാരിക്ക് നേരെ പലതവണ ലൈംഗികാതിക്രമം. ദേശീയ പുരസ്കാര ജേതാവായ നൃത്ത സംവിധായകൻ ജാനി മാസ്റ്റർക്കെതിരെ കേസ്. സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊന്ന സംഭവം. അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. നടിയെ ആക്രമിച്ച കേസ് ദിലീപ് കഥകൾ മെനയാൻ ശ്രമിക്കുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയിൽ. ലക്ഷ്യം കണ്ട് ഹൂതി മിസൈൽ. മധ്യ ഇസ്രായേലിലെ റെയിൽവേ സ്റ്റേഷന് തീപിടിച്ചു. യാഗിക്ക് പിന്നാലെ ബെബിങ്കയും. 70 വർഷത്തിനിടെ ഷാങ്ഹായിയെ വിറപ്പിച്ച ശക്തമായ കൊടുങ്കാറ്റ്. മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം 5 ദിവസത്തേക്ക് കൂടി നീട്ടി. വയനാട് ദുരന്തത്തിൽ വീണ്ടും മാധ്യമങ്ങളുടെ വ്യാജവാർത്ത. കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കിനെ സർക്കാർ ചിലവാക്കിയ തുകയെന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ പ്രതീക്ഷിത ചിലവാണ് സർക്കാർ സമർപ്പിച്ചത്, എന്നാൽ അതേ വളച്ചൊടിച്ച മാധ്യമങ്ങൾ ചിലവാക്കി മാറ്റി. നൃപൻ ചക്രവർത്തിയുടെ കൂടുതൽ വിവരങ്ങളുമായി. നൃപൻ, ഈ ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റി നിരവധി വ്യാജ വാർത്തകളും ആരോപണങ്ങളുമായി ഉയർന്നു വന്നിരുന്നത്. അതിന്റെ അവസാന പടിയായി പ്രതീക്ഷിത കണക്ക് എന്ന രീതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കിനെ അതിന്റെ തുകയായി, അതായത് ശരിക്കും സർക്കാർ ചിലവാക്കിയ തുകയാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ അവനെ ഇന്ന് രാവിലെ മുതൽ ഒരു സംഘം മാധ്യമങ്ങൾ സംഘടിതമായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത നൽകിയിരുന്നു. അവർ ഒരു രേഖയാണ് ഇതിനായി ഉയർത്തിക്കാട്ടിയത്. ആ രേഖ കോടതിയിൽ സർക്കാർ സമർപ്പിച്ച, അതായത് കേന്ദ്ര സർക്കാരിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പ്. കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശമില്ല. സർക്കാരിന്റെ ചിലവായിട്ടല്ല ഇത് സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ദുരന്ത നിവാരണ നിധിയിലേക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയ മെമ്മോറാണ്ടം. ആ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പ് വെച്ചിട്ട് സർക്കാർ ചിലവഴിച്ചത് ഭീമൻ തുക എന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് വ്യാജ വാർത്തയാണ്, നുണവാർത്തയായിരുന്നു എന്ന് സംഘടിതമായി ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം പ്രചരിപ്പിച്ചതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഈ ദുരന്തങ്ങൾ നടന്നാൽ 2018 പ്രളയം മുതൽ നാം ഇത് അനുഭവിക്കുന്നതാണ്. ദുരന്തം നടന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി ഈ ചെലവുകളെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ആ എസ്റ്റിമേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആ തുക ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം പാലിച്ചുകൊണ്ടിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് തയ്യാറാക്കുക. ആ എസ്റ്റിമേറ്റ് ഈ ദുരന്തം നടക്കുന്ന ഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് കേരളത്തിലെ ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ പ്രാഥമിക കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചിലവ് വരാൻ സാധ്യതയുള്ള തുകയുടെ ഒരു എസ്റ്റിമേറ്റ് ഈ ദുരന്തം നടക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 90 ദിവസം വരെ ഈ രക്ഷാപ്രവർത്തനം നീണ്ടു നിൽക്കുകയാണ്. അത്രയും ദിവസം ഈ പറയുന്ന ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിക്കുന്നു. അവർക്ക് വസ്ത്രവും ഒപ്പം തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഈ മണ്ണിനടിയിൽപ്പെട്ട അവരെ കണ്ടെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം അതേപടി തുടരുന്നു. അവരെ സംസ്കരിക്കാനുള്ള ചിലവുകൾ എത്ര വരും, ഇതൊക്കെ കണക്കാക്കി ഒരു എസ്റ്റിമേറ്റ് ഒരു മെമ്മോറാണ്ടമായി സമർപ്പിക്കുന്നു. ആ എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടം കോടതിയിൽ സമർപ്പിച്ചതിന്റെ പകർപ്പ് വെച്ചിട്ടാണ് സർക്കാർ ചിലവഴിച്ചത് കോടികളുടെ ഭീമൻ തുക എന്ന തരത്തിലുള്ള വ്യാജ വാർത്ത നൽകിയത്. 2018 തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന കണക്കുകൾ കൂടി, നേരത്തെ തന്നെ 2018 പ്രളയത്തിൽ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് തുക സമർപ്പിക്കുന്നു. അതിനനുസരിച്ചിട്ട് 6000 കോടി ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചത് 3000 കോടിയാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിച്ച ഹെലികോപ്റ്ററുകളുടെ വിമാനങ്ങളുടെ ചിലവായി 130 കോടി രൂപ തിരിച്ച് കേന്ദ്രത്തിന് അടക്കണമെന്ന് പറഞ്ഞത്. സൗജന്യ അരി വിതരണം ചെയ്തപ്പോൾ ആ തുക രണ്ടാമത് ഈ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അനുവദിച്ച തുകയിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രതീക്ഷിത ചിലവ്, അതായത് ഇനി വരാൻ പോകുന്ന ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരാൻ പോകുന്ന ചിലവുകൾ കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു പ്രാഥമിക മെമ്മോറാണ്ടം, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് നൽകുക. ആ എസ്റ്റിമേറ്റിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഇത് അറിയാഞ്ഞിട്ടല്ല, മാധ്യമങ്ങൾക്ക് ബോധപൂർവ്വം ഒന്നുകിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം, റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം, മന്ത്രിയോടോ സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വേർഷൻ എടുക്കാം. അതൊന്നും നൽകാതെ പൂർണ്ണമായി ഏകപക്ഷീയമായ വാർത്ത നൽകുകയായിരുന്നു. ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് തന്നെ രണ്ടാമത് സർക്കാരിന്റെ വേർഷൻ ഇപ്പോൾ നൽകേണ്ടി വന്നിട്ടുണ്ട്. ആ വാർത്തയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വസ്തുതാപരമായ ഡേറ്റകളൊന്നും പരിശോധിക്കാതെ ഏകപക്ഷീയമായി വാർത്ത നൽകുകയായിരുന്നു ചെയ്താവണി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആവണി മുഖവരിയായി സൂചിപ്പിച്ച കാര്യമാണ്. കേരളത്തിലെ ദുരന്ത നിവാരണ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വ്യാജമായ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ നൽകി ഇത് പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് സംഘടിതമായി നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൈകോർത്ത് പിടിച്ച് വയനാടിനായി ഒന്നിച്ചു നിന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിയെത്തി. കേരളത്തിലെ ജനങ്ങൾ ആകെ ഇക്കാര്യത്തിൽ വയനാടിനൊപ്പമാണെന്നത്. സർക്കാരും ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ അതിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ ഇതിന്റെ വിശ്വാസ്യത അറക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഒരു ഘട്ടത്തിൽ നടന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ വ്യാജ വാർത്തകൾ വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ അവകാശമാണ്, കേരളത്തിന് ലഭിക്കേണ്ട തുകയാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ ഈ പറഞ്ഞ വയനാട് ദുരന്തം നടന്ന പ്രദേശം സന്ദർശിച്ച് പോയിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടു. എന്നിട്ട് പോലും കേന്ദ്രത്തിന്റെ ഒരു രൂപയുടെ സഹായം പോലും ലഭിച്ചിട്ടില്ല. കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് അല്പം മുമ്പ് തന്നെ നമ്മൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാൻ പറഞ്ഞ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് വഴുതി മാറി ഉത്തരം പറയാതെ പോവുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള വാർത്ത ചമയ്ക്കുന്നതിന് ഒരു സംഘം മാധ്യമങ്ങൾ കേരളത്തിനെതിരായി നിൽക്കുന്നത് എന്ന് സങ്കടകരമായ ദുഃഖകരമായ വാർത്തയാണ്. വാർത്തയുടെ വസ്തുത നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നത്. ആവണി, ദിവ്യ, നോക്കൂ, ഇതിനകത്ത് വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ തുക എത്ര രൂപ ഉണ്ടാവും? 1200 കോടി രൂപയെ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഈ ദുരന്തം ഉണ്ടായതിന്റെ ആദ്യ സമയത്ത് കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ അവർക്ക് കൊടുക്കാൻ ഒരു കണക്കുണ്ടാക്കുകയാണ്. അത് 1200 കോടി രൂപ. അത്രയുമല്ല, അതിന്റെ ഇരട്ടിയിലധികം തുക നമുക്ക് വയനാട്ടിൽ നഷ്ടമായിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്യണമെങ്കിൽ അതിലും കോടിക്കണക്കിന് രൂപ നമുക്ക് ആവശ്യമുണ്ട്. ഈ 1200 കിട്ടിയാൽ പോരാ. അപ്പം നമ്മൾ 1200 കണക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ്? അത് പ്രാഥമികമായ ഒരു കണക്കാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇതെല്ലാം സർക്കാർ അലോക്കേറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ പൈസയല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാന സംഗതിയാണ്. മറിച്ച് എന്താണ്
ഈ പണം ഇത്ര ചെലവാകാൻ സാധ്യതയുണ്ട്. ഇത് ഈ കണക്കുണ്ടാക്കുന്ന സമയത്ത് 400-ന്റെ പരിസരത്ത് എത്തിയിട്ടുള്ളൂ മരണസംഖ്യ. നമുക്ക് എത്ര മരണസംഖ്യ എത്തുമെന്നറിയില്ല. നമ്മളൊരു പാതിയിൽ നിൽക്കെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് 1200 കോടി രൂപയുടേതാണെങ്കിൽ അതിൽ SDRFന്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയതാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ രണ്ടിടത്ത് ഹൈക്കോടതി പറയുന്നുണ്ട്. ഇവ തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിൽ ആ നോംസ് പ്രകാരം ഓരോന്നിനും എത്ര രൂപ ഏതുവരെ ചെലവാക്കാം എന്നതിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ ആ മൃതദേഹത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ഓട്ടോപ്സി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ മൃതദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് 75,000 ആണ്. അത്രയും ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ എല്ലാത്തിനും അത്രയും ചിലവായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനാണ് പരമാവധി സഹായം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. എങ്കിലും നിങ്ങൾ നോക്കൂ, ആ നോംസ് അനുസരിച്ച് ദുരിതാശ്വാസ സഹായമായി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ കണക്കിലും 200 കോടി രൂപയുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ വിലാപം പറയുകയാണ്. കിട്ടാൻ പോകുന്ന 200 കോടിയുള്ളൂ, അത് കിട്ടിയാൽ മതിയോ? കേന്ദ്ര സർക്കാർ ഒരു വീടിന് എത്ര രൂപ തരുമെന്നാണ് ദിവ്യ വിചാരിക്കുന്നത്? 1,31,000 രൂപയെ തരൂ. പൂർണ്ണമായും തകർന്ന ഒരു വീടിന് എത്ര? 1,30,000 കൊണ്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റും? നമ്മൾ 6 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തരുന്നുണ്ട്. അത്രയും പൈസ തരുന്നില്ല, നമ്മൾ അഡീഷണൽ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിയമപ്രകാരം കിട്ടാനുള്ളത് ഈ കണക്കിന്റെ എത്രയാണ്? 1/6 മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അത്രേ കിട്ടൂ. ബാക്കി പ്രത്യേകമായ അലോക്കേഷനിലൂടെ തരണം. അത്ര വലിയ നഷ്ടം നമുക്കുണ്ടായിട്ട് നേരത്തെ അജിംസ് പറയല്ലേ, ടൂറിസം മേഖലയിൽ തകർന്നിട്ടുണ്ട്, ലൈവ്ലിഹുഡ് തകർന്നിട്ടുണ്ട്, മറ്റ് പല തരത്തിലും മനുഷ്യർക്ക് ജീവിത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് പരിഗണിക്കണം എന്ന് സർക്കാരിനെ അറിയിക്കാനുള്ള തുടക്കത്തിലുണ്ടാക്കുന്നത് വെച്ചാൽ രക്ഷാപ്രവർത്തനം, മൃതദേഹങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കൽ, അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾ എന്താ പറയുക അമ്യൂണിറ്റീസ് അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു കണക്കാണിത്, റിപ്പോർട്ടാണിത്. ഇത് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സംഘം വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്കും കൊടുക്കുന്നു, അതേ കോപ്പി കോടതിയിലും കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇത് മുഴുവൻ സർക്കാർ അലോക്കേറ്റ് ചെയ്ത് സർക്കാർ ചെലവാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നിയമപ്രകാരം ചെലവാക്കിയെന്നല്ലാതെ 1 രൂപ ഇവർ അധികം തരില്ല. അപ്പോൾ ഇതുകൊണ്ട് ആരെങ്കിലും ഒരു കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ ഇങ്ങനെ വലിച്ചിങ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് അബദ്ധമാണ്. അതായത് നോംസ് ഉണ്ട്, NDRF അവിടെ, SDRF ഇവിടെ, അവരുടെ നോംസ് അതുപ്രകാരം ഉള്ള പൈസക്കല്ലാതെ 1 രൂപ അധികം കിട്ടത്തില്ല. ഈ പറഞ്ഞ ടു ബി പെയ്ഡ് പറഞ്ഞത് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നുണ്ട്. ആദ്യത്തെ പ്രളയകാലത്ത് 130 കോടി രൂപ ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ടോട്ടൽ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? വ്യോമസേനയ്ക്ക് കൊടുക്കാൻ. പട്ടാളത്തിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ പട്ടാളം വെറുതെ വന്ന് രക്ഷാപ്രവർത്തനം നടത്തി പോവുകയല്ല പലപ്പോഴും. അതിനെല്ലാം വലിയ തോതിലുള്ള ബില്ല് വരും. ആ ബില്ല് നമ്മൾ പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വാർഷിക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? അത് കട്ട് ചെയ്ത് കളയും. അത് നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് ഏതാണ്ട് 200 കോടിയോളം രൂപയാണ് പട്ടാളത്തിന് നമ്മൾ കൊടുത്തത്. ഈ ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കിയതിന്റെ ബില്ല് ഒരു പക്ഷേ വന്നേക്കാം. അതിന്റെ അനുബന്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതിന് ചെലവാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവുണ്ട്. പിന്നെ സർക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, തൊട്ടടുത്തെങ്കിലും ടൗൺ പോലും ഇല്ല. അപ്പോൾ അവിടേക്ക് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവരുന്നതിന് അതിൻ്റെതായ ചിലവുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ആക്ച്വൽസ് വെള്ളം കൊടുത്തതിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനും ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിയതിനൊക്കെ ചിലവ് സർക്കാർ എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ തുക കുറച്ച് കൂടിയതായിരിക്കും. അതെല്ലാം റൗണ്ട് ഫിഗറാണ്, സർക്കാർ ഒരു കണക്കങ്ങ് എഴുതിയിരിക്കുകയാണ്. അത്രയും പൈസ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. അതിലേറ്റവും പ്രധാന കാര്യം 1 രൂപ കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല എന്നാണ്. ഇപ്പം ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇറസ്പോൺസിബിളായി ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ആരൊരു കാരണമാക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഇതിന് മുൻപും പലപ്പോഴും നമുക്ക് പണം തരാത്തത്, നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പണം അനുവദിക്കാത്ത സാഹചര്യം വന്നപ്പോൾ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്, കണക്ക് തെറ്റാതുകൊണ്ടാണ് നമുക്ക് പൈസ തരാത്തുന്ന വ്യാജം പ്രചരിപ്പിച്ച് പണം തരാതിരിക്കുന്നവരാണ്. GST വിഹിതം പോലും മര്യാദയ്ക്ക് വിതരണം ചെയ്യാത്തവരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ നടുങ്ങിയ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ 1 രൂപ അടിയന്തര സഹായം കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ഭരണകൂടത്തിന് പൈസ തരാതിരിക്കാനുള്ള ന്യായമുണ്ടാക്കാൻ ഈ കുപ്രചരണം സഹായം ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് വീഴ്ച പറ്റിയ ആളുകൾ അത് തിരുത്തുക, ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനകത്ത് കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ പെരുമാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിന് പ്രളയം നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയ ഒരു കേന്ദ്ര സർക്കാർ ഇവിടെയുണ്ട്. 2018-ലും 2019-ലും ഗുരുതരമായ പ്രളയത്തെ അഭിമുഖീകരിച്ച് നമുക്ക് ഒരു പ്രളയ നിർമ്മാർജ്ജന ഫണ്ടുമില്ല. വയനാട് ദുരന്തത്തിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ജീവിത മേഖലയാകെ ഇല്ലാതാവുകയും പോയി ചെയ്തിട്ട് പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ചു പോയി എന്നോർക്കണം. എന്നിട്ട് 1 രൂപ നമുക്ക് പ്രഖ്യാപിച്ചിട്ടില്ല.
അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തെറ്റായ വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് പരമാവധി പൈസ നേടിയെടുക്കാൻ നോംസിന് പുറത്തും പ്രത്യേകമായ സഹായം ആവശ്യമുള്ള ദുരന്തത്തെയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റും കേന്ദ്ര സർക്കാരിന് കൊടുത്ത കണക്കും എല്ലാം ഒന്നായിരിക്കണം. അതിനുവേണ്ടി സർക്കാർ അതിൻ്റെ കോപ്പി അവിടെയും ഇവിടെയും കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പൈസ എടുത്ത് ചെലവാക്കി തൊലച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല. ചെലവാക്കിയിട്ടില്ല, ഞങ്ങളിത് ചെലവാക്കേണ്ടി വരും, ഞങ്ങളുടെ കയ്യിലില്ല, തരണം എന്ന് പറയാനുണ്ടാക്കിയ കണക്കാണിത്. ആ കണക്കിന് അത്രയും എന്താണ് നമ്മൾ സതുദ്ദേശത്തോടെ സമീപിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, ഇതാണ് വാസ്തവം എന്നിരിക്കുകയാണ്. ഏതൊരു വാർത്തയും അതിന്റെ കൃത്യമായ വസ്തുത പരിശോധിക്കാതെ ആദ്യ നിമിഷം തന്നെ വിവാദമാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ അജണ്ട. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിന് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ കണക്കുകളുടെ ഒരു ഭാഗം കോടതിയിൽ കൊടുത്തു. അതും ഓഗസ്റ്റ് 9 10 ആണ് ഇത് സമർപ്പിക്കുന്നത്. ആ സമർപ്പിച്ച രേഖ കൊണ്ടുവന്നിട്ട് ഇതാണ് ചെലവായ തുക എന്നുള്ള വ്യാജ വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തു പറയണമെന്ന് നമുക്കറിയില്ല. കാരണം ഇവർ കേരളത്തിന് എതിരാണ്. ഓരോ നിമിഷവും ഇവരെതിരാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ്. പൂത്ത ബ്രെഡ് കിട്ടിയെന്നുള്ള വിവാദ വാർത്ത ആരത് കൊണ്ടുവന്നു ബ്രെഡ് എന്നുള്ളത് പറയാനായിട്ട് മാധ്യമങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളത് മുമ്പിൽ തെളിഞ്ഞതാണ്. ഒരു നിമിഷം കൊണ്ട് നുണവാർത്തകൾ ആഘോഷമാക്കുന്ന മാധ്യമങ്ങളെ എന്ത് വിളിക്കണമെന്ന് നമുക്കറിയില്ല. വിവിധ മന്ത്രാലയങ്ങൾക്ക് നൽകിയ പ്രൊജക്ഷനാണെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇത് മനസ്സിലാവാതെയൊന്നല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക്. വയനാട്ടിലെ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ മുഴുവനായി കഴിഞ്ഞു? ഇല്ല. അതെല്ലാവർക്കും അറിയാം. അവിടുത്തെ കണക്കെടുപ്പ് പൂർത്തിയായോ? ഇല്ല. പിന്നെ എങ്ങനെ പൂർത്തിയായ ഒരു കണക്കെടുപ്പ് അവിടെ നിന്ന് കിട്ടുന്നു എല്ലാ റെസീറ്റും വെച്ചിട്ട്? അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല. പക്ഷെ ഇതറിയാതെയല്ല മാധ്യമങ്ങൾക്ക് കിട്ടിയത് പടി ഓണം എന്നുള്ളതാണ്. വിവാദങ്ങളാണ് അവരുടെ വാർത്ത. അത് കേരളത്തിനെ അധിക്ഷേപിക്കാനാണെന്ന് വെച്ചാൽ ആഘോഷമായി എന്നുള്ള നിലയ്ക്കാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിച്ചു, കണക്കുകൾ എത്തിയിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു. ഒന്നും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് ഉറപ്പ്. പൂത്ത ബ്രെഡ് കൊണ്ടുവന്ന മാധ്യമങ്ങൾ ഇതുവരെ അതിനൊരു വിശദീകരണം തന്നില്ല. മന്ത്രി പറഞ്ഞതിന് ശേഷം ആ വാർത്ത മുക്കുക മാത്രമാണ് ഉണ്ടായത്. ഇപ്പോഴും പറയുന്നു ഇതൊരു പ്രൊജക്റ്റഡ് സ്കോറാണ്. ഈ സ്കോറിന് അപ്പുറത്തേക്ക് ഒരു കണക്ക് വരാനുള്ള സമയമായിട്ടില്ല. ആ സമയമായിട്ട് മാത്രം മതി നിങ്ങളുടെ ആവേശം. ഇത് അനാവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കേരളത്തിനെ തിരിച്ചടിക്കുന്ന നിലപാടാണ്. കേന്ദ്ര സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കിട്ടാതിരിക്കാനുള്ള ഒരു ആവേശകരമായ നടപടിയാണ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. മറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഏതൊരു വാർത്തയും അതിന്റെ കൃത്യമായ വസ്തുത പരിശോധിക്കാതെ ആദ്യ നിമിഷം തന്നെ വിവാദമാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ അജണ്ട. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിന് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ കണക്കുകളുടെ ഒരു ഭാഗം കോടതിയിൽ കൊടുത്തു. അതും ഓഗസ്റ്റ് 9 10 ആണ് ഇത് സമർപ്പിക്കുന്നത്. ആ സമർപ്പിച്ച രേഖ കൊണ്ടുവന്നിട്ട് ഇതാണ് ചെലവായ തുക എന്നുള്ള വ്യാജ വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തു പറയണമെന്ന് നമുക്കറിയില്ല. കാരണം ഇവർ കേരളത്തിന് എതിരാണ്. ഓരോ നിമിഷവും ഇവരെതിരാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ്. പൂത്ത ബ്രെഡ് കിട്ടിയെന്നുള്ള വിവാദ വാർത്ത ആരത് കൊണ്ടുവന്നു ബ്രെഡ് എന്നുള്ളത് പറയാനായിട്ട് മാധ്യമങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളത് മുമ്പിൽ തെളിഞ്ഞതാണ്. ഒരു നിമിഷം കൊണ്ട് നുണവാർത്തകൾ ആഘോഷമാക്കുന്ന മാധ്യമങ്ങളെ എന്ത് വിളിക്കണമെന്ന് നമുക്കറിയില്ല. വിവിധ മന്ത്രാലയങ്ങൾക്ക് നൽകിയ പ്രൊജക്ഷനാണെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇത് മനസ്സിലാവാതെയൊന്നല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക്. വയനാട്ടിലെ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ മുഴുവനായി കഴിഞ്ഞു? ഇല്ല. അതെല്ലാവർക്കും അറിയാം. അവിടുത്തെ കണക്കെടുപ്പ് പൂർത്തിയായോ? ഇല്ല. പിന്നെ എങ്ങനെ പൂർത്തിയായ ഒരു കണക്കെടുപ്പ് അവിടെ നിന്ന് കിട്ടുന്നു എല്ലാ റെസീറ്റും വെച്ചിട്ട്? അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല. പക്ഷെ ഇതറിയാതെയല്ല മാധ്യമങ്ങൾക്ക് കിട്ടിയത് പടി ഓണം എന്നുള്ളതാണ്. വിവാദങ്ങളാണ് അവരുടെ വാർത്ത. അത് കേരളത്തിനെ അധിക്ഷേപിക്കാനാണെന്ന് വെച്ചാൽ ആഘോഷമായി എന്നുള്ള നിലയ്ക്കാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിച്ചു, കണക്കുകൾ എത്തിയിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു. ഒന്നും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് ഉറപ്പ്. പൂത്ത ബ്രെഡ് കൊണ്ടുവന്ന മാധ്യമങ്ങൾ ഇതുവരെ അതിനൊരു വിശദീകരണം തന്നില്ല. മന്ത്രി പറഞ്ഞതിന് ശേഷം ആ വാർത്ത മുക്കുക മാത്രമാണ് ഉണ്ടായത്. ഇപ്പോഴും പറയുന്നു ഇതൊരു പ്രൊജക്റ്റഡ് സ്കോറാണ്. ഈ സ്കോറിന് അപ്പുറത്തേക്ക് ഒരു കണക്ക് വരാനുള്ള സമയമായിട്ടില്ല. ആ സമയമായിട്ട് മാത്രം മതി നിങ്ങളുടെ ആവേശം. ഇത് അനാവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കേരളത്തിനെ തിരിച്ചടിക്കുന്ന
നിലപാടാണ്. കേന്ദ്ര സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കിട്ടാതിരിക്കാനുള്ള ഒരു ആവേശകരമായ നടപടിയാണ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. മറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത. കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കിനെ സർക്കാർ ചിലവാക്കിയ തുകയെന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ പ്രതീക്ഷിത ചിലവാണ് സർക്കാർ സമർപ്പിച്ചത്, എന്നാൽ അതേ വളച്ചൊടിച്ച മാധ്യമങ്ങൾ ചിലവാക്കി മാറ്റി. നിർവൻ ചക്രവർത്തിയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർവൻ, ഈ ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റി നിരവധി വ്യാജ വാർത്തകളും ആരോപണങ്ങളുമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അതിന്റെ അവസാന പടിയായി ഇതാ പ്രതീക്ഷിത കണക്ക് എന്ന രീതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കിനെ അതിന്റെ തുകയായി, അതായത് ശരിക്കും സർക്കാർ ചിലവാക്കിയ തുകയാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ അവനെ ഇന്ന് രാവിലെ മുതൽ ഒരു സംഘം മാധ്യമങ്ങൾ സംഘടിതമായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത നൽകിയിരുന്നു. അവർ ഒരു രേഖയാണ് ഇതിനായി ഉയർത്തിക്കാട്ടിയത്. ആ രേഖ കോടതിയിൽ സർക്കാർ സമർപ്പിച്ച, അതായത് കേന്ദ്ര സർക്കാരിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പ്. കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശമില്ല. സർക്കാരിന്റെ ചിലവായിട്ടല്ല ഇത് സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ദുരന്ത നിവാരണ നിധിയിലേക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയ മെമ്മോറാണ്ടം. ആ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പ് വെച്ചിട്ട് സർക്കാർ ചിലവഴിച്ചത് ഭീമൻ തുക എന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് വ്യാജ വാർത്തയാണ്, നുണവാർത്തയായിരുന്നു എന്ന് സംഘടിതമായി ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം പ്രചരിപ്പിച്ചതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഈ ദുരന്തങ്ങൾ നടന്നാൽ 2018 പ്രളയം മുതൽ നാം ഇത് അനുഭവിക്കുന്നതാണ്. ദുരന്തം നടന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി ഈ ചെലവുകളെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ആ എസ്റ്റിമേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആ തുക ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം പാലിച്ചുകൊണ്ടിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് തയ്യാറാക്കുക. ആ എസ്റ്റിമേറ്റ് ഈ ദുരന്തം നടക്കുന്ന ഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് കേരളത്തിലെ ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ പ്രാഥമിക കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചിലവ് വരാൻ സാധ്യതയുള്ള തുകയുടെ ഒരു എസ്റ്റിമേറ്റ് ഈ ദുരന്തം നടക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 90 ദിവസം വരെ ഈ രക്ഷാപ്രവർത്തനം നീണ്ടു നിൽക്കുകയാണ്. അത്രയും ദിവസം ഈ പറയുന്ന ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിക്കുന്നു. അവർക്ക് വസ്ത്രവും ഒപ്പം തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഈ മണ്ണിനടിയിൽപ്പെട്ട അവരെ കണ്ടെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം അതേപടി തുടരുന്നു. അവരെ സംസ്കരിക്കാനുള്ള ചെലവുകൾ എത്ര വരും, ഇതൊക്കെ കണക്കാക്കി ഒരു എസ്റ്റിമേറ്റ് ഒരു മെമ്മോറാണ്ടമായി സമർപ്പിക്കുന്നു. ആ എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടം കോടതിയിൽ സമർപ്പിച്ചതിന്റെ പകർപ്പ് വെച്ചിട്ടാണ് സർക്കാർ ചിലവഴിച്ചത് കോടികളുടെ ഭീമൻ തുക എന്ന തരത്തിലുള്ള വ്യാജ വാർത്ത നൽകിയത്. 2018 തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന കണക്കുകൾ കൂടി നേരത്തെ തന്നെ 2018 പ്രളയത്തിൽ ഈ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് തുക സമർപ്പിക്കുന്നു. അതിനനുസരിച്ചിട്ട് 6000 കോടി ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചത് 3000 കോടിയാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിച്ച ഹെലികോപ്റ്ററുകളുടെ വിമാനങ്ങളുടെ ചിലവായി 130 കോടി രൂപ തിരിച്ച് കേന്ദ്രത്തിന് അടക്കണമെന്ന് പറഞ്ഞത്. സൗജന്യ അരി വിതരണം ചെയ്തപ്പോൾ ആ തുക രണ്ടാമത് ഈ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അനുവദിച്ച തുകയിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രതീക്ഷിത ചിലവ്, അതായത് ഇനി വരാൻ പോകുന്ന ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരാൻ പോകുന്ന ചിലവുകൾ കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു പ്രാഥമിക മെമ്മോറാണ്ടം, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് നൽകുക. ആ എസ്റ്റിമേറ്റിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഇത് അറിയാഞ്ഞിട്ടല്ല, മാധ്യമങ്ങൾക്ക് ബോധപൂർവ്വം ഒന്നുകിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം, റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം, മന്ത്രിയോടോ സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വേർഷൻ എടുക്കാം. അതൊന്നും നൽകാതെ പൂർണ്ണമായി ഏകപക്ഷീയമായ വാർത്ത നൽകുകയായിരുന്നു. ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് തന്നെ രണ്ടാമത് സർക്കാരിന്റെ വേർഷൻ ഇപ്പോൾ നൽകേണ്ടി വന്നിട്ടുണ്ട്. ആ വാർത്തയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വസ്തുതാപരമായ ഡേറ്റകളൊന്നും പരിശോധിക്കാതെ ഏകപക്ഷീയമായി വാർത്ത നൽകുകയായിരുന്നു ചെയ്താവണി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആവണി മുഖവരിയായി സൂചിപ്പിച്ചൊരു കാര്യമാണ്. കേരളത്തിലെ ദുരന്ത നിവാരണ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വ്യാജമായ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ നൽകി ഇത് പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് സംഘടിതമായി നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൈകോർത്ത് പിടിച്ച് വയനാടിനായി ഒന്നിച്ചു നിന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിയെത്തി. കേരളത്തിലെ ജനങ്ങൾ ആകെ ഇക്കാര്യത്തിൽ വയനാടിനൊപ്പമാണ് നിന്നത്. സർക്കാരും ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ അതിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ ഇതിന്റെ വിശ്വാസ്യത അറക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഒരു ഘട്ടത്തിൽ നടന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ വ്യാജ വാർത്തകൾ വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ അവകാശമാണ്, കേരളത്തിന് ലഭിക്കേണ്ട തുകയാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ ഈ പറഞ്ഞ വയനാട് ദുരന്തം നടന്ന പ്രദേശം സന്ദർശിച്ച് പോയിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടു. എന്നിട്ട് പോലും കേന്ദ്രത്തിന്റെ ഒരു രൂപയുടെ സഹായം പോലും ലഭിച്ചിട്ടില്ല. കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് അല്പം മുമ്പ് തന്നെ നമ്മൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാൻ പറഞ്ഞ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് വഴുതി മാറി ഉത്തരം പറയാതെ പോവുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള വാർത്ത ചമയ്ക്കുന്നതിന് ഒരു സംഘം മാധ്യമങ്ങൾ കേരളത്തിനെതിരായി നിൽക്കുന്നത് എന്ന് സങ്കടകരമായ ദുഃഖകരമായ വാർത്തയാണ്. വാർത്തയുടെ വസ്തുത നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നത്. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റ് ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട്
സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. നീ തരൂ